ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പെരി പെരി അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ നമ്മളിന്ന് ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുത്തിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് നല്ലപോലെ തുടച്ച ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ കല്ല് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഓരോരോ പീസായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തി കൊടുക്കാം. ചിക്കൻ ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് കത്തി വെച്ചൊന്ന് വരിഞ്ഞു കൊടുക്കാം. അത് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് കിട്ടാനുമാണ്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു മസാല റെഡിയാക്കാം. അതിന് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് 15 കാശ്മീരി മുളക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കുടം വെളുത്തുള്ളി, 2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവുള്ള മുളക് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ ചേർത്തിട്ട് ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് എരിവ് നോക്കിയിട്ട് എരിവില്ലെങ്കിൽ അപ്പോൾ അതിലേക്കൊരു 1 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നൈസായിട്ട് അരച്ചിട്ട് നമുക്ക് ഈ ചിക്കനിലൊന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. കണലിൽ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ചെറിയൊരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിൽ ചിരട്ട കണൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കാം. 10 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത് ഒരു ദിവസം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ മസാല തേച്ച് വെച്ചിട്ട് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ വീട്ടിലൊരു വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തിനാണ് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ചപ്പാത്തി ആദ്യം പരത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു 6 മണിക്കൊക്കെ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 7 മണിക്ക് നമുക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു 7 മണിക്ക് തന്നെ കഴിക്കണ്ടേ. അപ്പോൾ അതിന് ഞാൻ ഒരു 6 മണിക്ക് തന്നെ ചിക്കന് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഓവണിലുള്ള ട്രേ എടുത്തിട്ട് അതിന് മേലെയായിട്ട് ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മേലെയായിട്ട് ഈ ചിക്കനെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ ട്രേ താഴെ വെക്കാൻ കാരണം നമ്മളെ ഈ ചിക്കനിലുള്ള ഗ്രേവിയൊക്കെ അതിൻ്റെ ട്രേയിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഗ്രില്ല് മേലത്തെ കോയിൽ ചൂടാക്കിയിട്ട് മേലത്തെ റേക്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴത്തെ റേക്കിലായിട്ട് വേണം ഈ ട്രേ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മേലത്തെ കോയിൽ മാത്രമാണ് ചൂടാക്കി എടുക്കുന്നത്. ഓവൺ ആദ്യം 250 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 200ലേക്ക് ആക്കിയിട്ട് നമ്മൾ മേലത്തെ കോയിൽ മാത്രം ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. 200 ഡിഗ്രിയിൽ ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് പകുതി വെന്ത ശേഷം പുറത്തെടുത്തിട്ട് ടൊമാറ്റോ സോസും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയത് ഇതിന് മേലെ ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കാം. അതൊരു ഗ്ലേസിങ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മളിത് ബേക്ക് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.